ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ആംപ്ലിഫയറിൻ്റെ 5.1 ആംപ്ലിഫയറിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. എങ്ങനെയാണ് ഒരു 5.1 ആംപ്ലിഫയർ ചെയ്യേണ്ടത് എന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് വേണ്ടത് നല്ലൊരു ക്യാബിനാണ്. ഈ ഒരു ക്യാബിൻ്റെ വില വരുന്നത് 650 ഇത് ജിടെക് ആഡിയൂസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ക്യാബിനാണ്. ഈ ഒരു ക്യാബിൻ്റെ വില ഞാൻ പറഞ്ഞാൽ 650 നല്ലൊരു ക്യാബിനാണ് ആദ്യമായിട്ട് വേണ്ടത്. 5.1 ആംപ്ലിഫയർ ചെയ്യേണ്ട രീതിയിലുള്ള ഒരു ക്യാബിനാണിത്. ഇതിലൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിക്ക് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു 5.1 റിമോട്ട് കിറ്റും, പിന്നെ ഒരു 5 ചാനൽ ബോർഡും, പിന്നീട് വരുന്നത് ഒരു സബ് വൂഫറിൻ്റെ ബോർഡാണ്. 150 വാട്ട്സ് തരുന്ന സബ് വൂഫറിൻ്റെ ബോർഡും, പിന്നീട് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡുമാണ്. ഞാൻ ഈ അടുത്തായിട്ട് ഓരോന്നായിട്ട് കാണിക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ 5 ചാനൽ ബോർഡ്. TDA 2050 ഈ ബോർഡ്. 2050 5 IC വെച്ചിട്ടുള്ള 5 ചാനൽ ബോർഡാണ്. അപ്പോൾ ഒരു ചാനലിന് ഏകദേശം 30 വാട്ട്സാണ് വരുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈയുടെ വയറാണ് ഇതാ ഈ കാണുന്നത്. 12.0.12 ഞാൻ ഈ ഒരു ബോർഡ് റൺ ചെയ്യിക്കുന്നത്. കൂടുതൽ വോൾട്ട് കൊടുക്കേണ്ട കാര്യമില്ല, കൊടുക്കണതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ബോർഡിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 12.0.12 കൊടുത്തിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈയുടെ വയർ ആണ് ഈ ഒരു ഭാഗത്താണ് ഈ കാണുന്നത്. അപ്പോൾ ഈ രണ്ട് ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് ഈ ഒരു ആംപ്ലിഫയർ ഞാൻ വർക്ക് ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ രണ്ട് ട്രാൻസ്ഫോമർ വരുന്ന ഈ ഭാഗത്താണ്. അതുകൊണ്ടാണ് ഈ ഒരു വയറിനെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ കാണുന്നത് ആ 5 ചാനലിൻ്റെ ഒരു കൂളിംഗ് ഫാനാണ്. ആംപ്ലിഫയർ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും ആംപ്ലിഫയറിൻ്റെ ആ ഒരു ബോർഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു IC ചൂടാവേണ്ട ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ട് ഒരു ഫാന് നമുക്ക് വേണം. 12 വോൾട്ടിൻ്റെ ഫാനാണ് ഈ കാണുന്നത്. ആയിട്ട് വരുന്നതാണ് ഈ ഒരു 5.1 റിമോട്ട് കിറ്റ്. ഈ ഒരു റിമോട്ട് കിറ്റാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ബ്രെയിൻ എന്ന് പറയാം. കാര്യം നമ്മൾ കൊടുക്കുന്ന ഓഡിയോ ഇൻപുട്ടിന് 5.1 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ ഒരു ബോർഡിലാണ്. അപ്പം ഈ ഒരു ബോർഡിലാണ് അത് കൺവേർട്ട് ചെയ്ത് വരുന്നത്. അപ്പം അതും ഇതിൻ്റെ ഒരു പവർ സപ്ലൈ വരുന്നത് 12.0 അത് വരുന്നത്. അത് ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാനുള്ളത്. അപ്പം അതിൻ്റെ ട്രാൻസ്ഫോമറൊന്നും ഞാൻ വച്ചിട്ടില്ല. ഈ ഒരു വീഡിയോ പാർട്ട് 1 ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ക്യാബിൻ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സെയിം RC സോക്കറ്റിൻ്റെ ഹോളുകളെല്ലാം ബാക്കിൽ തന്നെ അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ജിടെക്കിൻ്റെ ബോർഡ് ജിടെക്കിൻ്റെ ഒരു ക്യാബിനറ്റ് വാങ്ങാനുള്ള പ്രധാന കാരണം അതാണ്. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല കട്ടിയുള്ള ഒരു ക്യാബിനും കൂടെ ആയതുകൊണ്ടാണ് ഈ ഒരു ജിടെക്കിൻ്റെ ബോർഡ് തന്നെ വാങ്ങാൻ കാരണം. നിങ്ങൾ കാണുന്നത് പോലെ ഈ ഒരു ബോർഡും റിമോട്ട് കിറ്റിൻ്റെ ബോർഡും ആംപ്ലിഫയറിൻ്റെ ബോർഡും തമ്മിൽ നമ്മൾ അടുത്തടുത്ത് വച്ചിരിക്കുന്നതിന് കാരണം ഇവ തമ്മിലുള്ള ദൂരം കുറയ്ക്കാനാണ്. അപ്പോൾ അങ്ങനെ വച്ച് കഴിഞ്ഞാൽ നമുക്ക് നോയ്സ് കുറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ നോയ്സ് എല്ലാ ആംപ്ലിഫയറിലും നോയ്സ് വരും. പക്ഷേ ഇത് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ തമ്മിൽ രണ്ടും അടുത്തടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതങ്ങനെയാണ്. ഇതിൻ്റെ വയർ കണക്ഷൻ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 5.1 ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, ഫ്രണ്ട്, ബാക്ക്, അങ്ങനെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ നമുക്കിതിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിൽ സ്പീക്കർ ഇൻ എന്നുള്ള ഇതിൽ ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ ഔട്ട് എന്നുള്ളത് ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ നമുക്കിതിൽ കണക്ട് ചെയ്യാം. പിന്നീട് പ്രധാനമായിട്ട് വേണ്ട ഒരു ബോർഡാണ് ഈ ഒരു സബ് വൂഫറിൻ്റെ ബോർഡ്. ഇതൊരു 100 വാട്ട്സ് തൊട്ട് മുകളിലോട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ 150 വാട്ട്സാണ്. ഇത് രണ്ട് ട്രാൻസിസ്റ്റർ വെച്ച് ചെയ്തിട്ടുള്ള 150 വാട്ട്സ് RMS തരുന്ന ഒരു ട്രാൻസിസ്റ്റർ ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിക്കാൻ കാരണം ഈ ഒരു ആംപ്ലിഫയർ ചെയ്യാൻ ഏൽപ്പിച്ച ആൾ പറഞ്ഞിട്ടുള്ള അവർ വാങ്ങി തന്നൊരു ബോർഡാണിത്. എൻ്റെ ഫ്രണ്ടാണ്, ബാലു എന്നാണ് പേര്. അപ്പോൾ ആ ചേട്ടന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ആംപ്ലിഫയറാണിത്. ആ ചേട്ടൻ വാങ്ങി തന്നൊരു ബോർഡും ആ ചേട്ടന് വേണ്ടിയ ഒരു ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ബോർഡാണ്. ഈ 5 ചാനൽ ബോർഡ് അങ്ങനെയാണ്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഒരു 650 ഇതിൻ്റെ വില. ഇത് ഏകദേശം 700-750 ആ ഒരു റേഞ്ചിലാണ് ഇതും വന്നിട്ടുള്ളത്. അപ്പം ഇതിന് വേണ്ടിയിട്ടൊരു കൂളിംഗ് ഫാൻ ഉണ്ട്. അത് ഞാൻ ബാക്കിലായിട്ട് കാണിച്ചു തരാം. ഇതിന് നമുക്കൊരു കൂളിംഗ് ഫാൻ, ഇതിനും നമുക്ക് നല്ലൊരു കൂളിംഗ് ഫാൻ വയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രാൻസ്ഫോമർ 27077 ഒരു 8 ആമ്പിയർ ട്രാൻസ്ഫോമറാണ് ഇതിന് നമുക്ക് വേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഈ ബോർഡിൽ നിന്നും കിട്ടത്തുള്ളൂ. അപ്പം അതിനുവേണ്ടി നമുക്ക് വേണ്ടത് 27027 8 ആമ്പിയർ ട്രാൻസ്ഫോമർ. ആ ഒരു ട്രാൻസ്ഫോമർ ഈ ഒരു ഭാഗത്തോട്ടാണ് ഞാൻ വയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു ബോർഡിൻ്റെ ഒരു 5 ചാനൽ ബോർഡിൻ്റെ ട്രാൻസ്ഫോമർ അത് ഈ ഭാഗത്തായിട്ടാണ് വയ്ക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്.
കാണുന്ന ഫാനാണ് നമ്മുടെ സബ്ബൂഫർ ബോർഡിന് വേണ്ടി വെച്ചിട്ടുള്ളത്. സബ്ബൂഫറിൻ്റെ ബോർഡിനെ തണുപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഐസിയെ തണുപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഫാനാണ് ഈ ഒരു ഫാൻ. ഇതും 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഏതൊരു ആംപ്ലിഫയർ ചെയ്യുമ്പോഴും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഘടകമാണ് ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്. ഈ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് 5, 1, 6 ചാനൽ മൊത്തം 5.1, അതായത് സബ്ബൂഫറിനും കൂടെ ഉൾപ്പെടെയുള്ള ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ് ഇത്. ഒരു ബോർഡിൻ്റെ പ്രത്യേകത വേറൊന്നുമല്ല, അല്ലെങ്കിൽ ആവശ്യകത വേറൊന്നുമല്ല, നമ്മുടെ സ്പീക്കറുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ വില എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഒരു സ്പീക്കറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശമായിട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡ് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് AC 12.0 നമ്മൾ AC കൊടുത്തു കഴിഞ്ഞാൽ ഇത് DC ആയിട്ട് കൺവേർട്ട് ചെയ്ത് അത് തന്നെ എടുത്തോളും. അപ്പം 12 വോൾട്ടിലാണ് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യുന്നത്. ഇതും വളരെ നല്ലൊരു ബോർഡാണ്. ഈ ഒരു ബോർഡിൻ്റെ വില ഒരല്പം വില കൂടുതലാണ്, 650 ഇതിൻ്റെ വില. കാര്യം ഈ റിലേക്ക് കുറച്ച് വിലയുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ SMD ടൈപ്പ് ഒരു ബോർഡാണ്, ചെറിയൊരു ബോർഡാണ്, അതുകൊണ്ടാണ് ഈ ബോർഡിന് വരുന്നത്. അപ്പം ഇതിലെ കണക്ഷൻ ഞാൻ അടുത്ത് പറഞ്ഞുതരാം. ഇതിലെ കണക്ഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 നമ്മളെ റിമോട്ട് കിറ്റിൽ നിന്ന് ആംപ്ലിഫയറിൻ്റെ ബോർഡിലോട്ട് കൊടുക്കുന്ന 5 ചാനലും ആംപ്ലിഫൈയിങ് ചെയ്ത് അവിടെ നിന്ന് നേരെ ഈ ഭാഗത്തേക്ക് ഈ വയറുകൾ വഴി ഇവിടെയാണ് വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു പ്രൊട്ടക്ഷൻ വഴി കയറി പ്രൊട്ടക്റ്റ് ചെയ്ത് നേരെ വരുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്കാണ്. അടുത്തതായിട്ട് വരുന്നത് സ്പീക്കർ സോക്കറ്റുകളാണ്. ഈ സോക്കറ്റുകൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന 5 ചാനലിനെ സ്പീക്കർ പ്രൊട്ടക്ഷൻ വഴി കയറ്റിയിട്ട് ആ സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ അവിടെ നിന്ന് എടുത്ത 5 ചാനലുകളാണ് ഈ ഒരു 5ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അടിയിലുള്ളത് സബ്ബൂഫറിൻ്റെ, ഈ 2 സബ്ബൂഫറിൻ്റെയാണ്, ബാക്കിയുള്ളത് 5 ചാനലുകളാണ്. ഈ 5 ചാനലുകൾ ഇവിടെ വന്നതിന് ശേഷം അത് നേരെ പോകുന്നത് സ്പീക്കർ സോക്കറ്റുകളിലേക്കാണ്. പിന്നെ ഗ്രൗണ്ട്, ഈ കാണുന്ന ഗ്രൗണ്ടാണ്, ഈ ഒരു കാണുന്ന ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെടുക്കുന്ന 12.0 ട്രാൻസ്ഫോമറിൻ്റെ ഗ്രൗണ്ടാണ്. ആ ഒരു ഗ്രൗണ്ട് നമുക്ക് ട്രാൻസ്ഫോമറിൽ നിന്ന് തന്നെ നേരിട്ട് കൊടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ ബോഡിയിൽ നിന്ന് നമുക്ക് ഗ്രൗണ്ട് ഡയറക്റ്റ് എടുത്ത് കൊടുക്കാം. ഞാനിപ്പം ഇതിൽ ഈ ഒരു ബോഡിയിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ല നമുക്കത് ട്രാൻസ്ഫോമറിൽ നിന്ന് വേണമെങ്കിലും കൊടുക്കാം. അത് ഇതിൻ്റെ ട്രാൻസ്ഫോമർ ഏതാണോ അതിൽ നിന്ന് തന്നെ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ഇതിന് നമ്മളെ ഗ്രൗണ്ട് ഇതിൻ്റെ ട്രാൻസ്ഫോമർ ഏതാണ് 27.027 നമ്മളതിൽ ഉൾപ്പെടുത്തുന്ന ട്രാൻസ്ഫോമറിൻ്റെ ഗ്രൗണ്ട് തന്നെ നമ്മൾ ഇതിലോട്ട് കൊടുക്കണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബോഡിയിൽ നിന്നാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഗ്രൗണ്ട് നമുക്ക് കോമൺ ആയിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതാത് ട്രാൻസ്ഫോമറിൽ നിന്ന് കൊടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ ക്യാബിൻ്റെ മുകൾ ഭാഗം ഒരു കവറും കൂടെ വരുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇതാണ് ഒരു പാർട്ട് 1 വീഡിയോ. ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫ്രണ്ട് പാനലാണ്. ഒരു ഫ്രണ്ട് പാനലും കൂടെ ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ഏകദേശം 3/4 ഭാഗം വർക്കും കഴിയും. ഫ്രണ്ട് പാനലിൽ നമുക്ക് വരേണ്ടത് ഈ ഡിസ്പ്ലേ കറക്റ്റ് രീതിയിൽ വരണം. പിന്നെ ഉള്ളത് 2 സൈഡിൽ, ഈ ഒരു സൈഡിലായിട്ട് സബ്ബൂഫറിൻ്റെ കൺട്രോളും സൗണ്ട് കൺട്രോളും, ഈ ഒരു ഭാഗത്ത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ സൗണ്ട് കൺട്രോളുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു 2 സംഭവങ്ങൾ കൂടെയാണ് ഇതിൽ വരാനുള്ളത്. അപ്പം അതൊരു പാർട്ട് 2 ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പം ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 ഉടനെ ഉണ്ടാകും. അത് നമ്മുടെ വ്യൂസും ബാക്കിയുള്ള ആൾക്കാർ ചോദിക്കുന്ന ഒരു രീതിക്കായിരിക്കും ആ ഒരു വീഡിയോ വരുന്നത്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാ ഫ്രണ്ട്സിനും ബൈ. താങ്ക് യു.